വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് കുറച്ച് ലേറ്റ് ആണ്, കുറച്ച് വളരെയധികം ലേറ്റ് ആണ്. സാറിന് ഇത്ര ലേറ്റ് ആയിട്ട് ഞാൻ വ്ളോഗ് ഇടാറില്ല. പക്ഷെ ഒരു കമ്മിറ്റ്മെന്റ് തന്നിരിക്കുന്ന സ്ഥിതിക്ക് ഞാൻ വ്ളോഗ് ഇടുകയാണ്. അല്ല, അത് വേറെ കാര്യം, കമ്മിറ്റ്മെന്റ് ഉണ്ട്. പിന്നെ അതിന്റെ പക്കത്ത് ഞാൻ ഇന്നത്തെ ചെയർ ചാലഞ്ചിന് പോകുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ വെയിറ്റ് കൂട്ടിയായിരുന്നു ഞാൻ. ജസ്റ്റ് സീ ഹിയർ, ഒരു എക്സ്ട്രാ പടി അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ട. അടുത്ത് വരൂ ക്യാമറമാൻ. ഈ എക്സ്ട്രാ പടി കണ്ട. ഇന്ന് ഞാൻ വെയിറ്റ് കൂട്ടി. ഈ വെയിറ്റ് കൂടിയ ചെയർ എൻ്റെ ജിമ്മിലുള്ള ആരെങ്കിലും പൊക്കുമില്ലേ നമ്മൾ ഇന്ന് നോക്കും. പൊക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വെയിറ്റ് കൂട്ടും കേട്ടാ. എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യിപ്പിക്കത്തുള്ളൂ പുറത്ത്. എന്നുവെച്ചാൽ നമ്മൾ എറണാകുളത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നോക്കാം എവിടെ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് നല്ല ക്രൗഡുള്ള സ്ഥലത്ത് പോയിട്ട് ചെയ്യാം. എന്നിട്ട് ആ സമയത്ത് പൈസ വെച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ജിമ്മിൽ പോയിട്ട് ടെസ്റ്റ് റൺ ചെയ്യുകയാണ് ഈ ചെയറിന് വേണ്ടി. അപ്പോൾ അതാണ് കുറച്ച് വൈകുന്നേരം ചെയ്യാന്ന് പറഞ്ഞ് വ്ളോഗ് ലേറ്റ് ആയത്. ഇപ്പം എന്തായാലും നമുക്ക് ജിമ്മിലോട്ട് കൊണ്ടുപോകാം. എന്നെ കൊണ്ട് പൊക്കാൻ പറ്റില്ല, ഞാൻ പിന്നെ പറയാം. കാറി കൊണ്ടുപോകണം, സ്കൂട്ടി തന്നെ കൊണ്ടുപോകാം. ഇതെന്താണ് ചെയറിന്റെ വീഡിയോ? ഇപ്പൊ എനിക്ക് സമയമില്ല, ഞാൻ ഓൾറെഡി ലേറ്റാ. ജിമ്മിൽ കൊണ്ട് ആൾക്കാർക്ക് പൊക്കാൻ വേണ്ടി നോക്കട്ടെ. ഞാൻ വെയിറ്റ് കൂട്ടിയായിരുന്നില്ല. നിങ്ങക്ക് മടുപ്പില്ലേ ഇത് മടുപ്പില്ലേ? ആരും ചെയ്തിട്ടില്ല ഈ ചെയർ. എന്തിനും മടുക്കായിരിക്കും ഞാൻ. ചെയർ ഇതുവരെ ആരും പൊക്കിയില്ലേ? ഞാൻ വെയിറ്റ് കൂട്ടി നേരത്തെ കാട്ടില്. എനിക്കൊന്നും സ്ട്രെങ്ത് കൂടി വരുവാന്ന് തോന്നുന്നു. 4 ആംസ് ഉണ്ട്. ഓ അതായിരിക്കും. പക്ഷെ കുറച്ച് ദിവസമായില്ലടാ ബീഫ് ഇല്ലാതായിട്ട്. സോറി കേട്ടാ, നാളെ മേടിക്കാവേ. ക്ഷമിക്ക്, നാളെ മേടിക്കാം കേട്ടാ. ശരി, നാളെ മേടിച്ചു. നാളെ വിളിച്ചേ. ഇച്ചിരി 2-3 ദിവസം കൊണ്ട് ബീഫില്ല. ഇതിന് ഇൻസ്റ്റയിലൊന്നും വീഡിയോ കാണുന്നില്ലല്ലോ. അയ്യോ ഇട്. എന്തുകൊണ്ട് ഇട്ടില്ല? ഞാൻ വളരെ ലേസി ആയ ഒരു ചെറുക്കനാണ്. അപ്പൊ അറിയാലോ. ഷോ ബീഫില്ലാഞ്ഞിട്ടാണോ? ബീഫില്ല ചേട്ടാ, എല്ലാ ബീഫിലും ഉറ വെക്കുവാളാ. നല്ല ഭംഗിയായിരിക്കുന്നില്ല ഫേസ്. ഡയറ്റ് എടുത്തപ്പോ ഇപ്പൊ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് എന്റെ മോൻ തന്നെയാണോ? ഈ ക്യാമറക്ക് വേണ്ടി ഒലിപ്പിക്കുമല്ലേ? പിന്നെ മുന്നേ ചോദിച്ചെന്തോടാ. ശരി, ഇപ്പൊ ഫേസ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു കേട്ടാ. ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ ഇനി കുറച്ചൊരു വണ്ണം കുറയും. അയ്യോ ഇനി ഒരുപാടോ എന്റെ കയ്യിലില്ല. ഞാൻ വണ്ണം കുറക്കട്ടാ. വിതർമ്പിച്ചു വരട്ടെ. ഞാൻ നാച്ചുറൽ ബോഡി. കുറെ ആൾക്കാരൊക്കെ ഉടായിപ്പോ അതൊക്കെ അറിയാൻ വന്നു. അല്ലെന്ന്, ഇയാൾക്ക് മേടിക്കാനൊന്നും കടയില്ലേ? അച്ഛൻ തന്നെ പോയി വാങ്ങിച്ചോണ്ട് വന്നാൽ മാത്രമേ അകത്തുള്ളൂ. എത്ര നാളുണ്ട് ഇനി എന്നെ ശുശ്രൂഷിക്കാൻ? അയ്യോ പ്രായമായി വരികയല്ലേ. നിങ്ങൾ ഇനി പോയി കഴിഞ്ഞാൽ ശുശ്രൂഷിപ്പിക്കാൻ എനിക്ക് കിട്ടത്തില്ലല്ലോ മക്കളെ. ശുശ്രൂഷിക്കും. അപ്പൊ മക്കൾക്ക് പേരൻസിന് പെറ്റിടുമ്പോ നിങ്ങൾ പിള്ളേരെ ശുശ്രൂഷിക്കണം. അയ്യോ അതിന് വേണ്ടിട്ടാണ്. ഷോ ഈ മട്ടനും ചിക്കനും ബീഫും കൊടുത്ത ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ ഞാൻ ഭൂമിയിലോട്ട് വന്നത്. നിങ്ങളല്ലേ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വം മാറാൻ പറ്റില്ല. ഇയാള് വന്നപ്പോഴേ വൈഫൈ തന്നില്ലേ? വൈഫൈ തന്നല്ലേ ഇയാള് വന്നപ്പോഴേ? വൈഫൈ ഫുള്ളും ഉണ്ടല്ല. കുറച്ചൊക്കെ മട്ടനും ചിക്കനും ഒക്കെ അഡ്ജസ്റ്റ് ആക്. വൈഫൈ ഉണ്ടെന്നാ? ഇയാൾക്ക് വൈഫൈ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇന്റർനെറ്റ് ഇല്ലാതെ. അതാണ്, ഇന്റർനെറ്റ് ലോകത്തല്ലേ ജീവിക്കുന്നത്. ഞാൻ ജീവിച്ച് മരിക്കുവാണ്. നാളെ കറക്റ്റ് ആയിട്ട് തരാം കേട്ടാ കൊച്ചിന്. ബോയ്സ് നമുക്ക് നോക്കാം ചെയർ ആരെങ്കിലും പൊക്കോയില്ലെന്ന്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. കാരണം ആരും പൊക്കിയിട്ടില്ല ഇതിനു മുമ്പേ. അപ്പം എന്റെ തോർസ് ചെയർ ആരും പൊക്കത്തിൽ നിന്നുള്ള പ്രതീക്ഷയിലൂടെ ഞാൻ പോകും. കുറെ ആൾക്കാരുണ്ട്, നോക്കി എത്ര വണ്ടികൾ ഇരിക്കുന്നു. ഓൾറെഡി ജിമ്മിൽ വന്ന് വർക്കൗട്ട് കുറവാ. ഞാനിനി വന്നിരിക്കാൻ പോകണത്. ഓ ബോയ്സ്, എത്ര പേരുണ്ട് ഇവിടെ? ഞാൻ വന്നിരിക്കുന്നു. കസേരയായിട്ടാണ് നല്ല പ്രാവശ്യം. ഓൾറെഡി വിളിച്ചറിയിക്കുവാണ് അവിടെ. ഞാൻ അവിടെ കാറി അറിയിക്കുന്നു. നമ്മുടെ രണ്ടാമത്തെ അക്ഷര അവിടെ നിൽക്കുന്നത്. അതിന്റെ പുറകെ ഇതേ ട്രെയിനറേ അവനാണ് എന്റെ പൈസ കളഞ്ഞത്. പൈസ കളഞ്ഞ വേണ്ടി നീയാണ് പൈസന്റെ വേസ്റ്റ് ആക്കിയത്. നീ എന്തോ എല്ലാരും ഓക്കെ പറഞ്ഞു വിട്ടാ. ഇങ്ങോട്ടൊന്ന് തൂ യാപ്പേ നീ അല്ലടാ എന്റെ പൈസ വേസ്റ്റ് ആക്കിയത്. അവിടെ ഇരുന്നിട്ട് എല്ലാരും ഓക്കെ പറഞ്ഞു വിടുവായിരുന്നല്ലോ വീഡിയോക്കകത്ത്. ഏത് വീഡിയോ ഒന്നും ഇപ്പൊ ഈ വീഡിയോ അവിടെ ടേബിളിന്റെ വീഡിയോ ചെയ്ത് ഓർമ്മയില്ലേ? നീ താഴത്ത് നോക്കി എല്ലാരും ഓക്കെ എന്ന് പറഞ്ഞത്. നീ വ്ലോഗ് കണ്ട എന്റെ? ഇല്ല. കണ്ടു നോക്ക്. നല്ലതാ, കണ്ടു നോക്ക്. ഒരുത്തം ചെയ്യില്ല. നല്ല ഇടറിയാവാ. എല്ലാവർക്കും ഞാൻ വെറുതെ പൈസ കൊടുത്തതാ. ആണല്ലേ? ഇവൻ ഓക്കെ പറഞ്ഞു വിട്ട്. എനിക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ വീഡിയോ കണ്ടപ്പോഴാണ് അവിടെയൊക്കെ തൊട്ട് പിടിച്ചൊക്കെ കയറിയത്. ഇവിടെ കൈ കൊണ്ട് പിടിച്ചു കയറിട്ടെ. ഞാൻ കണ്ടില്ല. ഒരു ബ്ലോഗിനകത്ത് ഇട്ടിട്ടുണ്ട് ഞാൻ. നോക്കട്ടെ ആരാദ്യം വരും നോക്കാം. ഓരോ ആൾക്കാരെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഒരു കാല് കേട്ടോ, ഒരു കാല് പിടിച്ച് വെക്കണം. പൊക്കുവോ? പോകട്ടാ അവിടെ ഒന്നും പൊക്കി നോക്ക്. പ്രാവശ്യം ട്രൈ. ഫുൾ കമ്മിറ്റ്മെന്റ്. പൊക്കുന്നവർക്ക് എംപിയുടെ തമാക്ക് ആരും പൊക്കത്തൊന്നുമില്ല. ഞാൻ തമാശ പറയണല്ലേ, പൊക്കത്തില്ല. ഇനി എംപി പൊക്കി കാണിക്കും. നമ്മള് സപ്പോർട്ട് ചെയ്യാറില്ല. കൈ സപ്പോർട്ട് ഇല്ല. പിടിത്തം ഒരു പിടിത്തം. ഇങ്ങനെ നീ ആ ബ്ലോഗ് എടുത്ത് നോക്ക്. ഞാനവിടെ പൊക്കാത്തതുണ്ട്. പൊക്കത്തില്ലെന്ന് ഞാൻ പൊക്കത്തില്ല. ഒരു പ്രാവശ്യം പൊക്കി. എടാ ഞാനാണ് ഫസ്റ്റ് പൊക്കിയത്. എടാ പൊട്ട ഞാനാണ് ഇത് ഫസ്റ്റ് ഇത് ഫസ്റ്റ് പൊക്കുന്നത് ഞാനാ.
വീട്ടിൽ കൊണ്ടുവന്ന് പൊക്കിച്ചടാ പണ്ട പൊങ്ങത്തില്ല. എംപിയുടെ ഒഴിമതി എല്ലാവർക്കും താമാക്കിയത്. എല്ലാവർക്കും ഒരാൾ പൊക്കിയതാ. അപ്പൊ മണ്ടന്മാര് പൊക്കത്തില്ല. അതെനിക്കും പറ്റും കേട്ടാ. അതെനിക്കും പറ്റും അങ്ങനെ. താഴെ ഇതെന്ത് ചെയ്താ ഇവിടെ ഇവിടെ ഇങ്ങനെ മേലോട്ട് പോക്കണം ഇങ്ങനെ. അന്നു നോക്കിക്കേ എംപി കാണിച്ചു കൊടുത്ത എംപി ഞാൻ കാണിച്ചു കൊടുക്കില്ല. മൂഞ്ചി ഫുള്ള് തെല്ലിപ്പിച്ച് വെച്ചിട്ടില്ലേ? ഇത്രേ ഉള്ളു. ഇങ്ങനെ നോക്കണം. എന്നെ ടോർച്ച് ചെയർ ആരെങ്കിലും പൊക്കില്ലേ? സാധാരണ പെണ്ണുങ്ങളെ പ്രണയിച്ചവനാ ഇത്. മറ്റേ ഓരോരോ ചലഞ്ചിനെ പ്രണയിച്ചവനാ. എന്റെ മാനം കളയാതാ നീ. ഞാൻ നിന്നെ ചെയ്യിപ്പിക്കണല്ലേ. നീ പൊക്കെങ്കിലും കാണിക്കും. ഇച്ചിരിയെങ്കിലും പൊക്ക്. ആശാനോ പറ്റില്ല, ശിഷ്യനെങ്കിലും പൊക്ക്. ഞാൻ വെയിറ്റ് കൂട്ടാൻ ഉദ്ദേശിക്കുക ചെയറിന്റെ കുറച്ചുകൂടി. ഇവൻ പൊക്കി നമുക്ക് ചെയറിന്റെ വെയിറ്റ് കൂട്ടേണ്ടി വരും. എടാ കോണായിട്ട് വിടി. ഈ മൂല ഞാൻ നോക്കിയപ്പോ തന്നെ പൊക്കി. ഈ ചെയർ എറണാകുളത്ത് കൊണ്ടുപോകണല്ലോ എനിക്ക്. ആലപ്പുഴ തണന്നില്ലെങ്കിൽ എറണാകുളം കൊണ്ടുപോകണം. എറണാകുളം ഞാൻ പൊക്കിയപ്പോ മോനെ പൊങ്ങുന്നില്ലായിരുന്നു കേട്ടോ. തുടക്കത്തിൽ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഞാൻ വിചാരിച്ചു നടക്കില്ല. എന്തായാലും ഇതിപ്പോ ആരെങ്കിലും പൊക്കി ഞാൻ വെയിറ്റ് കൂട്ടും. അപ്പൊ എന്നെ കൊണ്ട് പൊക്കാൻ പറ്റത്തില്ല. ഇപ്പൊ വെയിറ്റ് കൂട്ടിയോണ്ട് ഇപ്പൊ ഓൾറെഡി ഹാർഡായി എനിക്കിപ്പോ. പക്ഷെ പൊക്കിക്കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് കുറച്ചൊരു കൂട്ടിയിട്ട് പിന്നെ ഞാൻ എന്റെ സ്ട്രെങ്ത് കൂട്ടും കയ്യിലാണ്. നമുക്ക് എപ്പോഴും സ്ട്രെങ്ത് കൂട്ടാൻ. അടുത്ത ആള് വരുന്നു. അടുത്ത ആള് ബോയ്സ് കോർണർ ടാഗേഴ്സ്. വാ ട്രെയിനർ. അത്രേ പൊങ്ങത്തുള്ളൂ. അത് ഫുൾ പൊങ്ങത്തില്ല. ഇച്ചിരിയെങ്കിലും പൊക്കി. ഇച്ചിരി ഇങ്ങനെ പൊങ്ങി. ഇവന്റെ കൈക്ക് എന്ത് വ്യത്യാസം നോക്കി നിങ്ങൾ പറയണം കേട്ടാ. എന്റെ കൈ ചെറിയ കൈ, ഇത് പൊതറൻ കൈ, ഇത് കുഞ്ഞു കൈ. ഇത് നോക്കി എവിടെ തലമ്പടാ. ഓൾമോസ്റ്റ് ഇത് വളച്ചു വെക്കുന്നുണ്ട് അവൻ. ഓൾമോസ്റ്റ് സെയിം കൈ ആയിട്ടാൻ പറയുവാണ്. അവൻ എന്താണ് എന്റെ പൊങ്ങുന്നില്ലേ? ആ കുത്തി നിൽക്കുന്നത് അതാണ് പൊക്കേണ്ടത്. ആ ഭാഗം പൊക്കിയാലേ പൊങ്ങത്തുള്ളൂ. നമ്മുടെ മാനേജർ ട്രൈ എന്തോ ഞാനൊക്കെ ഇങ്ങനെ പൊക്കിയത്. ഞാൻ താഴത്തോട്ട് നോക്കുമ്പോ ഇങ്ങനെ പൊക്കി വരുന്നത്. ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ നോക്കിയപ്പോ ചേർന്ന് ഇങ്ങനെ പൊങ്ങി വരുന്നത്. പിന്നെ മനസ്സിലാക്കുന്നത് ആ ചേർ ആര് പൊക്കുന്നുണ്ടെന്ന്. ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് പൊങ്ങാൻ നോക്കട്ടെ. രണ്ട് കൈക്കും പണി നടത്തുന്നുണ്ട്. ഈ ചെയർ ആരെ കൊണ്ട് ഇനി പൊക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ വെയിറ്റ് ഇനിയും കൂട്ടുന്നതാണ്. എല്ലാവരും ഇവിടുത്തെ ക്രൗഡൊക്കെ ഡിസ്പേഴ്സ് ആയി. നമുക്ക് അകത്ത് പോയൊരു റോഡിന്റെ കാര്യം നോക്കാനുണ്ട്. റോഡിന് എത്ര ലെവൽ വരെ പൊങ്ങുമെന്ന് നോക്കാം. അത് വെച്ച് നമുക്ക് പ്രോപ്പർ സ്ട്രെങ്ത് അറിയാം. ഇവനെ പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ചെങ്കിലും തോന്നിയുള്ളൂ. ഈ റോഡിനകത്ത് ഏത് അറ്റം പിടിച്ച് നിങ്ങൾ പൊക്കുന്നത് വെച്ചാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത്. ഇപ്പൊ ഇവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വെയിറ്റ് പൊക്കാനുള്ള സ്ട്രെങ്ത് കാണും കൈക്ക്. ഈ ഒരു മൂവ്മെന്റ് അതാ. ഇപ്പൊ എനിക്ക് മാക്സ് എത്ര പറ്റുമെന്ന് നോക്കാം ഞാൻ. ഇവിടം വരെ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. ഇത് കുറച്ചൊരു നീളം കൂടി ഓടിയ. എന്ത് മഴ നോക്കിയേ. മഴക്കാലമാണ്. അയ്യോ നോക്കി ലെഫ്റ്റ് ഫുൾ വെയിറ്റ് ആണോ? എടാ ഇവിടെ 5 കിലോ ഉണ്ടടാ. ഇവിടെ ഇല്ല. വെറുതെ അല്ല ഇങ്ങിരുന്നത്. അപ്പൊ നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഈ ചെയറുമായിട്ട് വീട്ടിൽ പോകാം. എന്തായാലും ഇതിന്റെ കുറച്ച് വെയിറ്റ് കൂട്ടുന്നുണ്ട് ഞാൻ. അതിന്റെ സ്ട്രെങ്ത് ഞാൻ ഒരാഴ്ചക്കുള്ളിൽ കൂട്ടാം. അതാകുമ്പോൾ ആരും പെട്ടെന്നൊന്നും പൊക്കത്തില്ല. ചെയറെടുത്ത് വീട്ടിൽ വെക്കണം. ഓ കരിമീൻ്റെ മണം. കരിഞ്ഞ മീനിന്റെ മണമെന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ. കരിഞ്ഞ മീനിന്റെ മണം അവൻ പറയാം മീൻ വറുത്തതെന്ന്. മീൻ വറുത്തത് കരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അത് ഉദ്ദേശം. ഞാൻ കരി മീനിട്ട് വറുത്ത് കരിച്ചു എന്നാ ഉദ്ദേശിച്ചാൽ നീ കരി മീനാ ഉദ്ദേശിച്ചു. അകത്ത് കയറി ചോദിക്കടാ ഫുഡ് കിട്ടുവാൻ. ഓ എന്ത് മീൻ വറുത്ത സ്മെല്ലോ. കിടിലൻ മത്തി. സഹിക്കുന്നില്ല എനിക്ക് ഇവിടെ നിന്നിട്ട്. നാളെ ഒരാൾക്ക് കൊടുക്കാത്ത വലിയൊരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അത് ആളാണ് പെണ്ണ് മൃഗം എന്ത് വേണമെങ്കിലും ആകാം. പക്ഷെ ഒട്ടും ഞാൻ നിങ്ങൾക്ക് പറയുന്നില്ല. ഫോർഷാഡോയിങ് പോലും ഞാൻ ചെയ്യത്തില്ല. ഫോർഷാഡോ ചെയ്യും. നിങ്ങൾക്ക് ക്ലൂസ് കിട്ടും. പക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാതെ എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ആളും കൂടി അറിയും. അതുകൊണ്ട് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് ഗോണ എക്സ്പെക്ട് ദിസ്.
സോ ഇറ്റ്സ് ഗോണ ബി ഇൻസെയിൻ. ഒട്ടും എക്സ്പെക്ട് ഇല്ലേ, കിടില. കുറച്ച് ദിവസമായിട്ട് പ്ലാൻ വെച്ചിരിക്കുകയായിരുന്നു, നാളെ നടക്കും ഇത്. എനിക്ക് എന്ത് കിടില, നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഒരു ക്യാൻസർ ആയി പഠിക്കുന്നു. നീ എന്തിനീ ക്യാൻസറിന്റെ കാര്യം എപ്പോഴും പറയുന്നത്? വെജിറ്റബിൾ ഓയിൽ കൊള്ളത്തില്ല. അത് എനിക്കും അറിയാം, നീ പറയേണ്ട കാര്യം വെളിച്ചെണ്ണ കിടിലായിരുന്നു. അറിയാമോ, ഞാൻ പുറത്ത് കഴിച്ചത് വെളിച്ചെണ്ണയാക്കും. എന്നും പറഞ്ഞ് തിന്നായിരിക്കും, നീ ഇത് പറയേണ്ട കാര്യമുണ്ടാ? എന്ത് ചെയ്യാനാ, എനിക്ക് ഞാനും കോൺഷ്യസ് ആയില്ലേ ഇപ്പൊ? കോൺഷ്യസ് മറന്നിട്ട് കഴിച്ചാൽ മതി. മായ്ച്ചു കളഞ്ഞു, എല്ലാം മായ്ച്ചു കളഞ്ഞു. നോക്കിയേ, വൈപ്പർ ഇട്ടിട്ട് പോലും എനിക്ക് കാണുന്ന പോലില്ല വഴിയൊന്നും. ഒരു മുതുക്ക് മഴയായിപ്പോ. ഞാൻ ജിമ്മി വെച്ച് ഈ മഴയായിരുന്നു. ജിമ്മി വെച്ച് മഴ പെയ്തായിരുന്ന? കൊള്ളാം. ഞാൻ അകത്ത് വയ്ക്കായിരുന്നടാ. നല്ലതാ. ആ പൊക്കത്തെ ഷീറ്റ് ആയിട്ട് ഡ്രെന്ന് പറഞ്ഞ് അടിച്ചൊച്ച കേട്ടൊന്നും കേട്ട് അറിഞ്ഞില്ലേ? വർക്കൗട്ട് നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കത്തില്ലെന്ന് അറിയാലേ.